ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു മലബാർ സ്പെഷ്യലായ കിണ്ണപ്പത്തിരി അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മസാലയ്ക്ക് വേണ്ടി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായി മുറിച്ചിട്ട കറിവേപ്പിലയാണിത്. ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് സവാള. ഈ ടൈമിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ അവിടെ 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ഈ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത്, അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മതിയാവും. നന്നായിട്ട് ഈ മസാലപ്പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനാണിത്. ഇത് 1.5 കപ്പുണ്ട്. നമുക്ക് ചിക്കന് പകരമായിട്ട് ബീഫ് ഉപയോഗിക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബസ്മതി അരിയാണ്. ഈ ബസ്മതി അരിക്ക് പകരമായിട്ട് നമുക്ക് ജീരകശാല അരിയിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഞാൻ 2 മണിക്കൂർ കുതിർത്ത് വെള്ളമെല്ലാം വാർത്തെടുത്തതാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത്. ഈ അരച്ചെടുക്കുമ്പോൾ ഈ അരിയിലേക്ക് നമുക്ക് ഒരു ഏലക്കായ കൂടെ ചേർക്കാം. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കട്ടിയിലായിരിക്കും മാവ് അരച്ച് കിട്ടുക. നല്ല ദോശമാവിൻ്റെ ഒരു കട്ടിയിലായിരിക്കും കിട്ടുക. ഈ ഒരു കട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ. നമുക്കിത് ഒന്നും കൂടെ ലൂസാക്കി എടുക്കണം. അതിനു വേണ്ടി നമ്മൾ മിക്സി അരച്ചെടുത്ത ജാറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നോക്കാം. നമ്മുടെ ദോശമാവിനേക്കാളും അല്പം കൂടെ അയഞ്ഞിരിക്കണം നമ്മൾ ഈ മാവ്. ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കൊടുത്ത് നോക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് പാകമാണ്. ഞാനൊരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ് തേങ്ങാപ്പാലും
ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉടനെ തന്നെ കിണ്ണപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ കിണ്ണപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള കിണ്ണപ്പത്തിരിയാണോ ആവശ്യം, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചെടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. നമുക്കിതൊരു 1 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു ലെയറും കൂടെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒരു മിനിറ്റും കൂടെ മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും വരത്തക്ക വിധത്തിൽ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് 1 മിനിറ്റും കൂടെ ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ബാക്കി വരുന്ന മസാല മുഴുവൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മസാല ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന മാവ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മാവ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ കിണ്ണപ്പത്തിരി ഞാൻ വെച്ചിട്ട് ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവ് വയ്ക്കണോ നോക്കാം. അതിപ്പോൾ നന്നായിട്ട് ക്ലിയറായി വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന്
തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. നമ്മുടെ കിണ്ണപ്പത്തിരി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മലബാർ സ്പെഷ്യലായ കിണ്ണപ്പത്തിരി അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോസ് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.